എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. എന്താണ് മത്സരത്തിന്റെ അജണ്ട? എന്തെങ്കിലും ഒന്ന് കരുതി വെച്ചിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ? ഇല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ OTT ഒക്കെ എടുക്കാം. ഓക്കെ അല്ലേ? അല്ല, ഇത് കുറച്ച് ദിവസമായിട്ട് വരാത്ത സാധനം അതുള്ളൂ. ബാക്കിയെല്ലാം വന്നു പോയി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് OTT ഹെഡ് ഹെഡ് തന്നെയല്ലേ? കണ്ണങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. ഇന്നലെ കിഴിയിൽ തുടങ്ങിയതാ സംഭവം. ചേർക്കണേ കറക്റ്റ് വിളിച്ചെടുത്തു. ഞാൻ വിചാരിച്ചു കണ്ണിനെ കുറിച്ച് പറയാൻ വന്നായിരിക്കും. ടെഡീന്ന് നിന്റെ കണ്ണ് കൂടുതലാണ്. എനിക്ക് കാഴ്ചശക്തി കുറച്ച് കൂടുതലാണ്. കണ്ണാടി കൂരി വെച്ചിട്ട് വരണം. നീ ഭീകരനാണ്. അടുത്തല്ലോ ഫസ്റ്റ് കിഴി ഗാട്ടി. ഓ, സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അനുഷ്ക ഷെട്ടി നായികയാവുന്ന സിനിമയാണ്. ജൂലൈ 11 സിനിമ റിലീസിന് എത്തുന്നത്. ക്രിഷ് ജഗ്രമുഡിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. പേരോ ഞാൻ കുറച്ച് മുടിയുള്ള ഒരാള്, എന്തായിരുന്നു പേര് എന്നുള്ളത്? ജഗ്രമുടി. ധനുഷ് നെക്സ്റ്റ്. വെങ്കി അട്ലൂരിയുമായിട്ട് വീണ്ടും ആള് കൈ കൊടുക്കുന്നു. വാത്തി എന്ന സിനിമയ്ക്ക് ശേഷം വെങ്കി അട്ലൂരിന്റെ കൂടെ ധനുഷ് വീണ്ടും. സിത്താര എന്റർടൈൻമെന്റ്സ് ആണ് കേട്ടോ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് സൂര്യ 46 ആണ്. അതിനുശേഷമാണ് കേട്ടോ. അതിനുശേഷം ധനുഷായിട്ടുള്ള. ഇതിന്റെ ഇടയിൽ ധനുഷായിട്ടുള്ള സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞതുമാണ്. അതെ, പക്ഷെ അതിന്റെ ഇടയിലാണ് സൂര്യ 46 കയറുന്നത്. പെട്ടെന്ന് തീരുമായിരിക്കും. അടുത്തത് കാന്താര 3 സിനിമ കൺഫേം ആയിട്ടുണ്ട് കേട്ടോ. അതായത് ചാപ്റ്റർ 1 ഒക്ടോബർ 2 റിലീസാവും. അതായത് ഈ ഒക്ടോബർ 2. അതിനുശേഷം ഇതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും 3. എന്തായാലും കാന്താര അങ്ങനെ വലിയ പരിപാടിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് ഏത് രീതിയിലേക്ക് വേണമെങ്കിൽ പോകാൻ സാധനം 3 നിർത്തുമായിരിക്കും. മേ ബി കുറെ ആയാലും ബോറാണ്. അതെ, ഒരുപാടായാലും ഇത് തന്നെ സ്ഥിരം ഒരേ സാധനം തന്നെ ഇരുന്ന് കാണണ്ടേ. അടുത്തത് ധനുഷ്. അടിപൊളി. ധനുഷ് കടന്ന് കളിക്കുക കേട്ടോ. വടച്ചെന്നൈ സിനിമ അടുത്ത വർഷം തുടങ്ങുമെന്നുള്ളത് ആള് തന്നെ. വടച്ചെന്നൈ 2 കേട്ടോ. 2 അതായത് ആള് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഓഡിയോ ലോഞ്ചിലായിരുന്നു. അതെ, കുബേരന്റെ ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പറഞ്ഞത്. എന്തായാലും ധനുഷിന്റെ പേര് പറഞ്ഞാൽ അത് ശരിയാണല്ലോ, കുബേര. എന്താ അഴിഞ്ഞാട്ടാണ്. അതായത് കുബേരനെ കുറിച്ച് ധനുഷ് പറഞ്ഞതല്ല കേട്ടോ, ശേഖർ കമ്മുല പറഞ്ഞ കാര്യം. സംവിധായകൻ. സിനിമയ്ക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണെന്ന് പറഞ്ഞത്. ആർക്ക്? ധനുഷിന്. ധനുഷിന്റെ അഭിനയം അത്ര മികച്ചതാണ്. ഞാൻ സിനിമ കണ്ടു, അതിന്റെ ഔട്ടിൽ പരിപൂർണമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കും ഉള്ളിലൊരു ഫീൽ ചെയ്തിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ. ആ സിനിമ ഒരു സംഭവമായിരിക്കും. അല്ലെങ്കിലും അങ്ങനത്തെ അഭിനയിക്കാനുള്ള സാധനം ചെറുക്കിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാഷണൽ അവാർഡ് ഉറപ്പാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടേ വരുവുള്ളൂ. ആള് മുതലാണേ. ഇപ്പൊ തന്നെ 2 കിട്ടിയിട്ടില്ലേ? പിന്നെ കിട്ടിയിട്ടില്ലേ 2. ഒന്ന് അസുരനും പിന്നെ മറ്റേതിനും ആടുകളം 2 കിട്ടിയെന്നു. ഓക്കെ, അടുത്തത് ചിയാൻ 63. ഓക്കെ, സിനിമ ഇപ്പൊ തുടങ്ങുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. കുറച്ചൊന്ന് നീട്ടി വെച്ചിട്ടുണ്ട്. അപ്പം 64ന്റെ സ്റ്റോറി കേട്ടോണ്ടിരിക്കുകയാണ് ഇപ്പൊ ആളുടെ പണി. നടക്കട്ടെ. അപ്പൊ 64 പെട്ടെന്ന് ഉണ്ടാവുമായിരിക്കും. 63 ആയിട്ട് ഇത് വരും. പോയി നോക്കിയാലോ നമുക്ക്. കഥ കേട്ടോണ്ടിരിക്കുന്നുണ്ടോ? ചെയ്യാനുള്ള സാധനമില്ല. ഇല്ലല്ലേ, ചെയ്യാൻ നമ്മൾ സ്പെഷ്യൽ വേറെ ഉണ്ടാക്കണം. പിന്നെ അല്ല. അടുത്തത് നിവിൻ പോളി അഖിൽ സത്യൻ മൂവി. സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂൾ ഒറ്റപ്പാലത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തുടങ്ങും. ജൂൺ 2 തുടങ്ങുന്നുള്ളത്. അല്ല, ജൂൺ ഫസ്റ്റ് വീക്ക്. 2-ാം തീയതി തന്നെയായിരുന്നു. അത്ര കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അതാ ഞാൻ വീണ്ടും ഫസ്റ്റ് വീക്ക് അവിടെ കൊണ്ട് ഒതുക്കിയത്. 3-ാം തീയതി. ഓക്കെ, 2-ാം തീയതി ബേബി ഗേളിന്റെ ഷൂട്ട് കഴിയുന്നായിരുന്നു. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. അതായത് കുറച്ച് ദിവസത്തെ ഷൂട്ടുള്ളായിരുന്നു ആദ്യം. ഇതിന്റെ ഇടയിൽ ബേബി ഗേളിന്റെ ഷൂട്ടിന്റെ ഇടയിലൊക്കെ പോയി ചെയ്ത് കൊടുത്തില്ലേ, അതൊരു 4-5 ദിവസത്തെ ഉള്ളായിരുന്നു. എന്തായാലും സെക്കൻഡ് ഷെഡ്യൂളാണ് കുറച്ച് കൂടുതൽ. ഇതിന്റെ ജോണർ അതായത് ഗോസ്റ്റ് കോമഡി പരിപാടിയാണ്. എന്തായാലും അജു വർഗീസ് ഒക്കെ ഉള്ള കോമ്പിനേഷൻ സീനാണെന്നാണ് പറയുന്നത് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഒറ്റപ്പാലം. ഓക്കെ, ഹൃതിക് റോഷൻ ഹോംബാലെ ഫിലിംസ് മൂവി.
ഈ സിനിമയെക്കുറിച്ച് ഹൃത്തിക് റോഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഒരുമിച്ച് കണ്ട സ്വപ്നം അടിപൊളിയായിട്ട് വരും, അതിനുള്ള കാത്തിരിപ്പിലാണ്. അതായത് പ്രേക്ഷകർക്ക് ഒരു ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരണം എന്നതാണ് സൃഷ്ടിക്കണം, അതായത് പ്രേക്ഷകർക്ക് വേണ്ടി സൃഷ്ടിക്കാൻ പറ്റും എന്നാണ് കരുതുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വലിയ സംഭവമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്, വലുതാണ് സത്യം, എന്തോ വലുത്. എന്തായാലും വരട്ടെ. അടുത്തത് മഹാഭാരതം. ആമിർ ഖാൻ പറഞ്ഞതാണ് കുറച്ച്, അതായത് അല്ല സംഭവം കിട്ടില്ലാണ്, ഇനി വേറൊന്നും ചെയ്യാനില്ലല്ലോടാ. ആ അതായത് അതാണ് അവസാനത്തെ സിനിമയായിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ആള് പറഞ്ഞിട്ടുണ്ട്, എന്താ അറിയോ, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ മരിക്കണം എന്നാണ് ആളുടെ ആഗ്രഹം. അതും കൂടി പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കൂടെ. അപ്പം മഹാഭാരതം എത്ര എണ്ണം ഉണ്ടാവും? 10 എണ്ണോ? എനിക്ക് തോന്നുന്നില്ല, 2-3 എന്തായാലും ഉണ്ടാവൂലേ, അത്രേ ഉള്ളൂ. അതിൽ കൃഷ്ണനായിട്ടാണ് ആമിർ ഖാൻ വരുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. ആളുടെ തന്നെ നിർമ്മാണത്തിൽ വരുന്ന, എന്നാൽ പങ്കാളികളായിട്ട് വേറെയുള്ളവരും വരും. അതും ഓരോ ഏരിയയിലും ഓരോ സംവിധായകരെ വെച്ചിട്ടാണെന്ന് പറയുന്നത്. എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്തായാലും ഗംഭീരമാവട്ടെ. അടുത്ത് സ്വയംഭു സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. സിനിമയുടെ ടീസർ ഉടൻ വരും കേട്ടോ. നമ്മുടെ നിഖിൽ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. ഭരത് കൃഷ്ണാചാരി. അപ്പം അടുത്തത് സംയുക്ത നായികയായിട്ട് സംയുക്ത ബെൻസിലും ഓൺ ബോർഡ് ആയിട്ടില്ലായിരുന്നു. കുറെ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ എന്താ അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ട് പറയാത്തത്? ഓൾറെഡി പറഞ്ഞായിരുന്നു, ഓൾറെഡി കുറെ മുമ്പ് പറഞ്ഞത്. അടുത്തത് കാട്ടാളൻ സിനിമയിലേക്ക് അടുത്ത ആള് ഓൺ ബോർഡ് ആയിട്ടുണ്ട്. ധന്യ ബാലകൃഷ്ണൻ കോസ്റ്റ്യൂം ഡിസൈനർ ആണ് കേട്ടോ. ഓക്കെ അടുത്തത് ഇതിലൊന്നും OTT വന്നിട്ടില്ലല്ലോ. സന്തോഷം. ബ്ലാക്ക് ഫോൺ 2. ഇത് നമ്മൾ കേട്ടിട്ടില്ല, ഇംഗ്ലീഷ് സിനിമയാണ് എന്തായാലും. ഇംഗ്ലീഷ് സിനിമയാണ്. ഓക്കെ, അതുകൊണ്ടാണ് കേൾക്കാത്തത്. ഒക്ടോബർ 17 സിനിമ റിലീസിനെത്തുന്നുണ്ട്. ശരിക്കും വൻ സിനിമകളൊക്കെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണല്ലോ, ഇംഗ്ലീഷ് സിനിമകളൊക്കെ. ഇത് വലുതാണോ? വലുതായിരിക്കും, നമുക്ക് അറിയില്ലെങ്കിൽ ചെറുതാക്കാം. പാർട്ട് 2 വരണമെങ്കിൽ സത്യം പാർട്ട് 1 കുറിച്ച് അറിഞ്ഞിട്ടല്ല. അതാണ്, ഞാൻ ഇതിന് പേര് കേട്ടില്ല, ബ്ലാക്ക് ഫോൺ. ഞാനും ആദ്യമായിട്ട് കേൾക്കുന്നത് കേട്ടോ. അടുത്തത് സ്ട്രേഞ്ചർ തിങ്സ്. സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് വരുന്നത്. വളരെ സന്തോഷം. ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഇതിന്റെ ഡേറ്റ് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് വോളിയം 1 വരുന്നത് നവംബർ 26 5 മണിക്ക് കേട്ടോ. സെക്കൻഡ് വോളിയം വരുന്നത് ഡിസംബർ, അതായത് ക്രിസ്മസിന് 5 മണിക്ക്. തേർഡ് വോളിയം വരുന്നത് ന്യൂ ഇയറിന് 5 PM. ഓക്കെ, അധികം കാലതാമസം ഇല്ലാണ്ട് തന്നെ അടുത്തടുത്ത് തന്നെ തരുന്നുണ്ട്. നവംബർ, ഡിസംബർ, ജനുവരി. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് തൂക്കിയിരിക്കുകയാണ്. മറ്റു വിശേഷങ്ങളുമായിട്ട് അതല്ലേ 12 വിളിച്ചെടുത്തു. പിന്നെ ക്ലൈമാക്സിൽ നിനക്ക് അതാണ് 12 കിഴിയെടുത്തപ്പോഴും ഇല്ലാത്ത സാധനം 13-ാമത്തേല്. എന്ത് ചെയ്യാനാണ്. എന്താണെങ്കിലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.